ഇന്ന് നമുക്ക് ചെറിയൊരു ഷോപ്പിംഗ് വ്ലോഗ് കാണാം. ഈ പുറത്ത് പോയി വീഡിയോ എടുത്ത് ശീലമില്ലാത്ത കാരണം ഞാൻ ചെറിയ ചെറിയ ക്ലിപ്സേ എടുത്തിട്ടുള്ളൂ. എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു ആരെങ്കിലും നോക്കണ്ടോന്ന്. അങ്ങനെ ഫസ്റ്റ് ഡേ ഒരു 2-3 ഷോപ്പിൽ കയറി പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ടോപ്പ് കമന്ററിന് കൊടുക്കാനുള്ള ഗിഫ്റ്റിന് വേണ്ടിയിട്ടും എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടുമാണ് പോയത്. ആദ്യത്തെ കടയിൽ നിന്ന് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. പിന്നെ കടയിൽ നിന്നും വാങ്ങാണ്ട് ഇറങ്ങാനുള്ള മടി കാരണം കൊണ്ട് ഞാനൊരു ചെറിയ റേസറും ഗ്ലൂ അങ്ങനെ എന്തോ മേടിച്ചിട്ട് ഇറങ്ങി. അത് കഴിഞ്ഞ് നേരെ പോയത് ഒരു പ്രിന്റിംഗ് ഷോപ്പിലേക്കായിരുന്നു. പ്രിന്റിംഗ് ഷോപ്പിൽ പോയത് കുറച്ച് ഗ്രിഡ് ലൈൻ പേപ്പേഴ്സ് പ്രിന്റ് എടുക്കാൻ, ഗ്രിഡ് ലൈൻ ജേണലൊക്കെ ചെയ്യണം എന്നുള്ള പ്ലാനിലാണ് പ്രിന്റ് എടുക്കാൻ പോയത്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ നല്ല പ്രിന്റ് കിട്ടിയത്. ഇനിയിപ്പോൾ ആ പേപ്പറൊക്കെ വെച്ചിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഒന്നും ചെയ്യണം. ഇവിടെ നിന്നൊന്നും കാര്യമായിട്ടൊന്നും കിട്ടാഞ്ഞ കാരണം അതിന്റെ സങ്കടം തീർക്കാൻ വേണ്ടി സ്മാർട്ട് ബസാറിലും അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ അവിടെ ചെന്നപ്പോൾ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയിട്ടായിരുന്നു പോയത്. അവളത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ടോയ്സ് ഒക്കെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കളിച്ച് ഓരോന്നൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഈ തവളയുടെ സംഭവം ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് മേടിച്ചൊന്നുമില്ല, മേടിക്കാനുള്ളതൊന്നും തോന്നിയില്ല. അങ്ങനെ അതും അവിടെ വെച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ആദ്യത്തെ ദിവസം കാര്യമായിട്ടൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ അടുത്ത ദിവസം വീണ്ടും പോണ്ടി വന്നു. എനിക്കാണെങ്കിൽ ഈ കടകളിലൊക്കെ പോയി കഴിഞ്ഞിട്ട് ഒന്നും വാങ്ങാണ്ട് വരുന്നത് നല്ല മടിയുള്ള കാര്യമാണ്. വെറും കൈയോടെ ഇറങ്ങാനുള്ള മടി കാരണം ഞാനൊരു മിഠായെങ്കിലും മേടിക്കും. അതുപോലെ ആയിരിക്കും ഇവിടെയൊന്നും പ്രതീക്ഷിച്ചത്. പക്ഷെ ഇവിടെ അത്യാവശ്യം കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഇയർലി പ്ലാനേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഡോംസിന്റെ ഇഷ്ടംപോലെ സംഭവങ്ങൾ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഡോംസിന്റെ ബ്രഷ് പെൻസും ഉണ്ടാവും. പക്ഷെ അത് വെച്ച് ബാക്കി ഡോംസിന്റെ എല്ലാ ഐറ്റംസും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഇത്രയും സംഭവങ്ങൾ എടുത്തിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഇത്രയും വലിയൊരു ട്രോളി എടുത്തത്. പിന്നെ അവിടെ നിന്ന് നേരെ ഒരു ഫാൻസി ഷോപ്പിലേക്ക് പോയി. അവിടെ തന്നെ പോയി കുറച്ചധികം സമയം അവിടുത്തെ ഓരോ സംഭവങ്ങളൊക്കെ തപ്പിപ്പറക്കി കുറച്ചധികം ഐറ്റംസ് ഒക്കെ അവിടെ നിന്ന് വാങ്ങിച്ചു. ഞാൻ കുറച്ച് ഐറ്റംസേ മേടിച്ചുള്ളൂ. അവള് കുറച്ച് എന്തൊക്കെയോ മേടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കഴിച്ച് നേരെ വീട്ടിലേക്ക് പോന്നു. ഇനി നമുക്ക് എന്തൊക്കെ സംഭവങ്ങൾ നമ്മൾ വാങ്ങിച്ചു എന്ന് നോക്കാം. ഒരു വലിയ ടിൻ വൈറ്റ് പെയിന്റ് മേടിച്ചു. അത് ഭയങ്കര അത്യാവശ്യമുള്ള സംഭവമാണല്ലോ. പിന്നെ ഈ ഒരു ചെറിയ റേസർ കണ്ടപ്പോൾ ക്യൂട്ടായി തോന്നിയ കാരണം അത് മേടിച്ചു. പിന്നെ ഒരു സിസേഴ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മേടിച്ചത് ഈ രംഗീരയുടെ കളേഴ്സ് ആയിരുന്നു. ഇത് വാങ്ങിക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് പേസ്റ്റൽ ഷെയ്ഡ്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ തുറന്നു നോക്കിയപ്പോൾ ആദ്യം ഈ ബ്രൈറ്റ് കളേഴ്സ് ആയിരുന്നു കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പറ്റിച്ചു. പിന്നെ നോക്കിയപ്പോൾ പേസ്റ്റൽ കളേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അത് 6 ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വിചാരിച്ചത് ഫുള്ള് പേസ്റ്റൽ കളേഴ്സ് ആയിരിക്കുന്നു. എന്തായാലും കിട്ടിയ പേസ്റ്റൽ കളേഴ്സ് അത്യാവശ്യം നല്ലതായിരുന്നു. പിന്നെ കുറച്ച് ഗ്ലിറ്റർ സീക്വൻസും പേപ്പർ പിൻസ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മേടിച്ചത് ഈ പാലറ്റ്. ഫോർ മീ ഈ പാലറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമായിരുന്നു. കാരണം ഞാനിവിടെ പെയിന്റ് ചെയ്യുമ്പോൾ കണ്ട പാത്രങ്ങളൊക്കെ എടുത്തിട്ട് അമ്മയുടെ ചീത്ത കേൾക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാലറ്റ് കണ്ടപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, അത് മേടിച്ചു. പിന്നെ ഇങ്ങനെ ഒരു 12 ഡിഫറെന്റ് ഷെയ്ഡ്സിൽ വരുന്ന കുറച്ച് പെയിന്റ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു ഫെവിക്കോൾ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ചെറിയ കപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ കപ്പ് മേടിക്കണമെന്നൊന്നും ഉദ്ദേശിച്ചല്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കടയിൽ നിന്നൊന്നും വാങ്ങാണ്ട് ഇറങ്ങാനുള്ള ഒരു മടി ഉണ്ടെന്ന്. പിന്നെ ഇതിനൊരു 21 റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കണ്ടപ്പോൾ ക്യൂട്ടായി തോന്നി, അങ്ങനെ മേടിച്ചു. പിന്നെ വാങ്ങിച്ചത് ഈ ഒരു ഗ്ലൂ സ്റ്റിക്ക് ആയിരുന്നു. ഇതെന്റെ കയ്യിൽ ഇല്ലാത്തൊരു സംഭവമായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ ഞാൻ ആ ഗ്രിഡ് ലൈൻ പേപ്പേഴ്സ് പ്രിന്റ് എടുത്തത് ഞാൻ ഇതിൽ കാണിക്കാൻ വന്നിട്ടുണ്ട്. ഞാനത് ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഫാൻസി ഷോപ്പിൽ നിന്ന് കുറച്ച് ക്ലിപ്സും കുറച്ച് സ്ക്രഞ്ചീസ്, പിന്നെ ഒരു നെയിൽ പോളിഷ്, പിന്നെ ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു സംഭവങ്ങളുണ്ടല്ലോ, എൻ്റെ പേരിക്കറിയില്ല, ആ സംഭവങ്ങൾ മേടിച്ചു. പിന്നെ ചെറിയൊരു ബൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഒറിഗാമി പേപ്പേഴ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഫാൻസി ഷോപ്പിൽ നിന്നല്ല, ഇത് സ്മാർട്ട് ബസാറിൽ നിന്ന് എന്താണ് വാങ്ങിച്ചത്. ഇത് അത്യാവശ്യം നല്ല സംഭവമായിട്ട് തോന്നി. 45 രൂപയാണ്. പക്ഷേ 24 രൂപ 29 രൂപ ഓഫറിൽ എടുക്കുന്നുണ്ടായിരുന്നു. ഇത് ടോട്ടൽ ഒരു 10 കളേഴ്സിലാണ് വരുന്നത്. ഒരു 50 ഷീറ്റ്സ് സംതിങ് ഉണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു സംഭവമായി തോന്നിയ കാരണം അത് മേടിച്ചു. പിന്നെ ഈ ഡോംസിന്റെ ഒരു പ്ലാസ്റ്റിക് ക്രയോൺസിന്റെ മിനി ആയിട്ടുള്ള വേർഷനാണ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ടോപ്പ് കമന്ററിന് കൊടുക്കാനുള്ള ഗിഫ്റ്റിക്ക് വേണ്ടി മേടിച്ചതാണ്. ഇത് മാത്രമല്ല കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്, അത് നമ്മൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ചെറിയ ഷോപ്പിങ്ങിൽ നമ്മൾ മേടിച്ച കുറച്ച് ഐറ്റംസ്. തട്ടിക്കൂട്ട് ഷോപ്പിംഗ് വ്ലോഗാണ് എനിക്കറിയാം, പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യുക. അടുത്ത തവണ നമ്മൾ സെറ്റാക്കും. അപ്പോൾ പിന്നെ ഒരു ലൈക്കും കമൻറ്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇത്രത്തോളം നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബിഗ് താങ്ക്സ്. കാരണം എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ കാണാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ടൈമൊക്കെ എടുത്തില്ലേ. അപ്പോൾ താങ്ക് യു. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ശരി.